ഫുഡ് അടിപൊളി, വൈബ് അടിപൊളി, എല്ലാം കുറെ നാളിന് ശേഷമാണ് നമ്മൾ കപ്പ, കാച്ചിൽ, ചേമ്പ് മുതലായ നമ്മുടെ കേരളത്തിന്റെ ഫുഡ് കഴിച്ചത്. അപ്പൊ ഒരു ഹാപ്പിനെസ്. അവരുടെ കൊഴുവഫ്രൈ ഉണ്ടായിരുന്നു. കൊഴുവഫ്രൈയും അതേപോലെ തന്നെ ചാറിന്റെ കാര്യത്തില് മുയൽ ചാറ് നല്ല അടിപൊളിയായിരുന്നു. കുട്ടനാട് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ടതാണ്. പലതരം രുചികളും കുട്ടനാടിന്റെ സ്വന്തം ട്രഡീഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും നമുക്ക് ഏതാണ്ട് ഒരു 46 ഐറ്റത്തോളുണ്ട്. കള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടനാട് കള്ള് തന്നെ, നമുക്ക് വരവുകളില്ല. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിയാണ്. നമ്മൾ എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടനാട്ടിലോട്ട് പോവാണ്. അവിടെ നമ്മളൊരു ഷാപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും കൂടി റെഡി ആയിട്ട് നിൽക്കാണ്. നമ്മൾ പോകുന്ന ഷാപ്പിന്റെ പേര് രാജപുരം ഷാപ്പാണ്. അപ്പൊ ഞാൻ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ ഇതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാ പോവാ, ഓരോ കാര്യങ്ങൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് അതിന്റെ ഓൺ ദ വേ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇതിവിടെ എല്ലാരും റെഡിയായി നിന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം. കാരണം ഇവര് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു കല്യാണത്തിന് ഇവിടെ വന്ന ടൈമില് ഇവരെല്ലാരും കൂടെ രാജപുരം ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. രാജപുരം ഷോപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഒരു വെള്ളത്തിന്റെ തടുക്കുള്ള ഒരു മനോഹരമായ ഒരു ഷോപ്പ്. ഗഹനേച്ച് പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. പോയിട്ടുണ്ടായിരുന്നോ? ഇത് പോയവരാണ് കേട്ടോ, പോയിട്ട് ഇല്ലാതെ പറയുന്നതാണ് എന്നാണ് എന്റെ ഡൗട്ട്. വെറൈറ്റി ആയിട്ട് അവിടുത്തെ ഫുഡ്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ. കള്ളും നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ്. ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് ഈ ഷാപ്പിലെ ഫുഡൊക്കെ അടിപൊളി സെറ്റ് ആയിരിക്കും. പോയിട്ടുണ്ടായിരുന്നോ? നല്ല സ്പോട്ടാ. ഫുഡ് അടിപൊളിയാ. അപ്പൊ ഓക്കെ, നമുക്ക് എന്നാ പോയി നോക്കാം. രണ്ട് സൈഡിലും കായലാണ്, നടുക്ക് കൂടെയാണ് നമ്മുടെ റോഡ്. എന്തൊരു ബ്യൂട്ടിയാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഇവിടെ എക്സിലെ കൂടെ ഫുൾ ഡാൻസ് ആണ്. എല്ലാരും അടിച്ചു പൊളിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. സൈഡില് താറാവുണ്ട്. സീന് താറാവ്, എന്ത് ഭംഗിയല്ലേ. നമ്മളിപ്പോ ഇവിടെ രാജപുരത്തി. ഇനി നമ്മള് അക്കരെ കടക്കണം. അപ്പൊ അക്കരെ കടക്കാൻ വേണ്ടിട്ട് നമ്മള് തോണി വെയിറ്റിംഗ് ആണ്. നമ്മൾ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇതൊക്കെ ചുറ്റും കായലാണ് കേട്ടോ. ഞാൻ വെയില് കാരണമാണ് ഇങ്ങനെ ഇട്ടത്. ഭയങ്കര വെയിലാണ്. നമ്മളിത് അവിടത്തേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു ബോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മളതാണെന്ന് അറിയില്ല കേട്ടോ.
വരുന്നത് കണ്ടോ? അത് പാസഞ്ചർ ബോട്ടാണ് കേട്ടോ. സീനില്ലേ, നമ്മളെ KSRTC ബസ്സൊക്കെ പോലെയുള്ള ഒരു ബോട്ടാണ്. അതിന്റെ രണ്ട് സൈഡിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിലും കണ്ടക്ടറും ഇതൊക്കെ പോലെ തന്നെ അവർ യൂണിഫോം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാ നമ്മുടെ ബോട്ട് ഇങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ട്. ഇത്ര നേരം രണ്ട് ബോട്ട് വരുന്നോണ്ട് അവർ അങ്ങോട്ട് മാറി തന്നെയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ വെയിലായതുകൊണ്ട് ഈ സൺ പ്രൊട്ടക്ഷൻ വെച്ച് കവർ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ടാൻ അടിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കവർ ചെയ്യാണ്. നമ്മളെ ബോട്ട് ഇങ്ങോട്ട് അടുത്തു കേട്ടോ. ഇതിലേക്ക് കേറണം. എനിക്ക് കേറാൻ കുറച്ച് പേടിയുണ്ട്. നോക്കിട്ട് വേണം കേറാൻ. ഞാനിപ്പോ ഫുൾ സൺ പ്രൊട്ടക്ഷൻ ഇട്ടേക്കാണ് കേട്ടോ. ഇത് അടുപ്പിക്കാണ് കേട്ടോ. നന്നായിട്ട് അടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരെ കായലിൽ പോകേണ്ടി വരും. ഇതെല്ലാരും കേറി നമുക്ക് കുറച്ച് ചെയേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ബാക്കി അവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ചെയർ ഉണ്ടാവും തോന്നുന്നില്ല. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഇളകുന്ന്, പക്ഷെ അധികം ഇളക്കമില്ല. നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മുമ്പിൽ ഹൗസ് ബോട്ട് ഉണ്ട്. നേരത്തെ പോയ ഹൗസ് ബോട്ടാണത്. ചേസിങ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കൊറേ എന്താ പറയാ ആൽഗേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാട്ടർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കായലില്. ഞാൻ ഇതിങ്ങനെയൊക്കെ ഇത് ഫിലിമിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പ്രോപ്പർ കുട്ടനാട് ഇതൊക്കെ ഞാൻ അധികം ഫിലിം ഇതിൽ മാത്രമാണ് ഉള്ളത്. ഇപ്പോഴാണ് നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എന്റെ ചുറ്റിനും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മള് വെയിറ്റ് ചെയ്യുന്നത്, നമ്മള് മെല്ലെ പോകാനുള്ള കാരണം എനിക്കിപ്പോ മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് രണ്ടുപേരെ കേറ്റാനുണ്ട്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അയ്യോ, വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ആൾക്കാർ രണ്ടുപേരും കാണുന്നില്ല. പിന്നെ ഹൗസ് ബോട്ടിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഹൗസ് ബോട്ടിൽ AC ഉണ്ട്. ബെഡ്റൂം പോലെയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ. മൊത്തത്തിൽ അങ്ങനെ ഒരു ഹൗസ് സെറ്റപ്പ് ആണ്. നമ്മളെന്തായാലും അടുത്ത പ്രാവശ്യം ഹൗസ് ബോട്ടും ട്രൈ ചെയ്യും. എനിക്ക് ഇത് മൊത്തം ഒരു ഫാമിലിയാണ്. അവര് ജസ്റ്റ് ടൂർ പോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നായിരിക്കും. ഹായ്, അവിടുന്ന് പിള്ളേര് ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അവര് തള്ളുകയാണ്.
ഇവിടെ കുറച്ച് പേര് സച്ചിനായിട്ടൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. റൈഡർ നോക്കുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ പോവാണെങ്കിലും ടെൻഷനാണ്. അത് വേറെ ഒന്നല്ല, ഇപ്പൊ റൈഡർ പൊതുവെ ട്രേഡിങ് തുടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളാണ്. നമ്മള് വയലിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കാൻ പോകുന്ന. സോ ഇവിടെ ഇതാണ് നമ്മള് ഇരിക്കാൻ പോകുന്ന സ്ഥലം. ഇപ്പുറത്തെ സൈഡ് കായലല്ല കേട്ടോ, ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ഭയങ്കര വ്യൂ ആണ്. എന്ത് അടിപൊളിയല്ലേ സീൻ. നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, ചേമ്പ്, കാച്ചിൽ, പല ടൈപ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെജ്, മീന്, ചിക്കൻ ടൈപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് കുറച്ച് 2 ടൈപ്പ് എന്തോ കള്ള് പറഞ്ഞിട്ടുണ്ട്. കള്ള് നമ്മൾ അധികം കുടിക്കുന്നില്ല. ഇതാ കപ്പ, ചിക്കൻ കറി. ചിക്കൻ എടുക്കൂ ഗൈസ്. പാലപ്പം, വെള്ളപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കരിമീനൊക്കെ എത്തി. ഇവിടെ ഞാൻ കരിമീൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടെടുക്കുന്നുണ്ട്. ഇവരോടൊക്കെ ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, ഫുഡ് കാര്യങ്ങളൊക്കെ. റൈഡർ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? മൊത്തത്തില് വൈബ് എങ്ങനെയുണ്ട്? അടിപൊളി, വൈബ് അടിപൊളി, എല്ലാരും വൈബ് എല്ലാരും ഫുഡും എല്ലാ ഫുഡും ഇവർക്ക് ഇഷ്ടമായി എന്നാണ് പറയുന്നത്. ആള് എന്തെങ്കിലും പറയണ്ടോ? ഇവരുടെ കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു. കൊഴുവ ഫ്രൈയും അതേപോലെ തന്നെ നന്നായിരുന്നു അല്ലേ? കൂന്തൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഒന്ന് ചാറിന്റെ കാര്യത്തില് മുയലിന്റെ ചാറ് നല്ല അടിപൊളിയായിരുന്നു. അതും കപ്പയും അതും കൂടെ കൂട്ടുന്നത് ഭയങ്കര രസമായിരുന്നു.
പിന്നെ കൊഴുവ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. കുറെ നാളിന് ശേഷമാണ് നമ്മൾ കപ്പ, കാച്ചിൽ, എന്താ പിന്നെ പിന്നെ ചേമ്പ് മുതലായ നമ്മുടെ കേരളത്തിന്റെ ഫുഡ് കഴിച്ചത്. അപ്പൊ ഒരു ഹാപ്പിനെസ്. നമ്മളിപ്പോ ഉള്ളത് എന്ത് ഷാപ്പായിരുന്നു? രാജപുരം ഷാപ്പ്. എനിക്ക് പറയാനുള്ളത് ഷാപ്പ് കൊള്ളാം, അടിപൊളിയാണ്. എനിക്കിവിടെ ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുള്ള ശീലമേ ഉള്ളൂ. ഒരു തവണ മുമ്പ് വന്നപ്പോൾ അടിപൊളി വൈബായിരുന്നു. ഇതേപോലെ വയല് പാടത്തിന് തൊട്ട് പിറകെ ഇരുന്ന് കള്ളും കുടിക്കുന്നു, പലതരം മൃഗങ്ങളും കഴിക്കുന്നു. ഫുഡും കൊള്ളാം, ഫുഡും അടിപൊളിയാ, അത്രേ ഉള്ളൂ. ഷാപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു 4-5 കൊല്ലം മുന്നേ ഞങ്ങളിവിടെ പഠിച്ചു നടന്ന ഓർമ്മകളാണ് തിരിച്ചു വരുന്നത്. ഒരു 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ലൈഫ് ഉണ്ട്. അതൊക്കെ ഒരു 2-3 മണിക്കൂറും കൊണ്ട് ഞങ്ങളുടെ മനസ്സിലൂടെ ഓടി നടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് അത് പണ്ട് മുതലേ ഫേമസ് ആണ്. നമ്മുടെ കപ്പ, കാച്ചില്, ചേമ്പ്, പിന്നെ ഫേമസ് ആയിട്ടുള്ള മീൻകറിയും ഞണ്ടും ഒക്കെ ആകുമ്പോഴേക്കും പഴയ ഒരു വൈബിലേക്കും ഈ ഒരു സ്ഥലവും കാറ്റും കായലൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ആ ഒരു 4 കൊല്ലത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ പഴയ പ്രായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അതാണ് ഈ ഷാപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കള്ള് ഷാപ്പിനെക്കാളിലും കൂടുതൽ ഇവിടുത്തെ ഒരു പഴയ ഒരു നൊസ്റ്റാൾജിയാണ് ഇന്ന് ഇവിടെ കിട്ടിയത്. പച്ചപ്പും ഹരിതാപ്യവും നിറഞ്ഞ കുട്ടനാടിന്റെ ഏറ്റവും ഭംഗിയേറിയ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണിത്. ഇവിടെ കുട്ടനാട് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ടതാണ്. പലതരം രുചികളും കുട്ടനാടിന്റെ സ്വന്തം ഒരു എന്താ പറയാ ട്രഡീഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഇവിടെ വരണം. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഷാപ്പിന്റെ ഓണറാണ്, അപ്പുക്കുട്ടൻ എന്നാണ് പേര്. അപ്പൊ ചേട്ടാ എത്ര നാളായി ഷാപ്പ് തുടങ്ങിയിട്ട്? 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞു. എന്തൊക്കെ ടൈപ്സ് ഭക്ഷണങ്ങളും കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? പിന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ ഓർഡർ ആയി പോകുന്ന സാധനം? ഇത് അങ്ങനെ ഓർഡർ ഇത്രയെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു 46 ഐറ്റത്തോളം ഉണ്ട് എല്ലാം കൂടെ. അപ്പൊ അത് എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കാര്യം പൊതുവെ എന്ന് പറഞ്ഞാൽ ഷാപ്പിലെ കറി എന്നുള്ളതല്ല, നമുക്കിവിടെ ഏറ്റവും എരിവ് കുറച്ച്, മാക്സിമം എരിവ് കുറച്ച് ആൾക്കാർക്ക് എന്ത് രുചിപ്രദം അവരുടെ രുചി എന്താണ് അതനുസരിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിന്റെ നമ്മുടെ ഒരു പ്രത്യേകത. ഇവിടെ എന്തൊക്കെ ടൈപ്പ് കള്ളാണുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള കള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടനാടൻ കള്ള് തന്നെ, നമുക്ക് വരവുകളില്ല, നാടൻ കള്ള് തന്നെ നമ്മുടെ ഇവിടെ തന്നെ ചെത്തിയെടുക്കുന്ന കള്ളാണ്. അത് മൂത്ത കള്ളും ഉണ്ട്, മധുരക്കള്ള്. മധുരക്കള്ള് എന്ന് പറഞ്ഞാൽ രാവിലെ ചെത്തിക്കൊണ്ടുവരുന്ന കള്ള് അന്നേരം കൊടുക്കുകയാണ്. അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കൊടുക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ മുളങ്കള്ളെന്നും പറഞ്ഞ് വിൽക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും ഒക്കെ ഇട്ട് ഇടിച്ചു, ഇങ്ങനെ മുളങ്കള്ള് മുന്തിരിക്കള്ള് എന്നുള്ളൊരു മതഭേദം മാറ്റിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫാമിലിക്കൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സമയം എപ്പോഴാണ് ഇവിടെ? ഇവിടെ ഇപ്പോഴേ നമുക്ക് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെയാണ് നമ്മുടെ ടൈം. അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നവര് ഒരു 11 മണി കഴിയുമ്പോൾ തൊട്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആളുകൾ വരും. അത് ഒരു 3 മണി വരെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അല്പം ഒരു ഇട ദിവസങ്ങളിൽ വൈകുന്നേരത്തേക്കുണ്ട്. പക്ഷേ ഈ അവധി ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 11 മണി തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ആളുകൾ വരിക പോവുക. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ടൈം ഒക്കെ ആയിരിക്കും അല്ലെ? ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് വരും, ഭക്ഷണം കഴിക്കുന്ന ടൈമുണ്ട്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയാണ് വരുന്നത്. നല്ല ഭക്ഷണമൊക്കെ നമുക്ക് ഇഷ്ടമായി, നല്ലായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതാണ് നമ്മുടെ വിജയം. അതെ, നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നതാണ് നമ്മുടെ വിജയം. അതെ. ഇവിടെ ഗല്ലണ്ണനും ഭുവൻ ആൻഡ് സച്ചിനേട്ടനൊക്കെ ഈ ഫിഷ് സ്പാ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഇരിക്കാണ് കേട്ടോ. നോക്കിയ കൊറേ മീന് വന്ന് ഇതാക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാന്. എക്സ്പീരിയൻസ് like it was very nice experience. Like we never I am the first time I were having that fish massage, like natural therapy kind of thing. It is awesome. And what about the shop experience? Shop is like I am visiting the first time marriage in Kerala. Like I was like not expected this much welcome. Like especially I need to thank my Kerala friends, everyone. Like what they are like, especially complete Kerala explored now, and thank you so much everyone. ഈ കായലിന് ഒരു തെങ്ങിന്റെ ആഴമുണ്ടെന്നാണ് നമ്മളോട് മറ്റേ ബോട്ടിന്റെ ഡ്രൈവർ പറഞ്ഞത്.
എന്ത് സീനല്ലേ, നമ്മളൊക്കെ ഇതിൽ വേണ്ട പിന്നെ കിട്ടില്ല. വെള്ളത്തിനോടൊരു ഫീല് വേണം. വെള്ളവും നമ്മൾ ഒരേ ലെവലായിരിക്കണം. അത് വെള്ളം കുടിച്ചു ഇതാ നമ്മള് ബോട്ട് റൈഡ് നടത്താൻ പോവാണ്. എല്ലാരും സെറ്റ് ആയിട്ട് ഇരിക്കാട്ടോ. നമ്മളിപ്പം ഒരു റൗണ്ട് കംപ്ലീറ്റ്ലി അടിക്കാൻ പോവാണ്. ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിലാട്ടോ പോകുന്നത്. ഈ ഷാപ്പിന്റെ നേരെ റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. റൈഡർ ഇവിടെ ടൈറ്റാനിക്കിൽ ഇരുന്ന പോലെ ഇരുന്നേക്കാണ്. ശരിക്കും പറഞ്ഞാ ബോട്ടിൽ പോകുമ്പോൾ നല്ലൊരു കാറ്റും നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ സൈഡിൽ അപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ, ചെറിയ ചെറിയ വീടുകളാണ്. ആ ഈ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഈ വീടിന്റെ അടുത്തുള്ളവരൊക്കെ പാത്രം ഒക്കെ കഴുകുന്നത്. അത് അവിടെ നിന്ന് കാണാം. സ്റ്റോപ്പ് ആയിട്ട് അടുത്ത വീണ്ടും ഇവിടെ രണ്ട് പിള്ളേര് നീന്താണ്. അപ്പൊ ഗൈസ് നമ്മള് ഫുഡ് കഴിഞ്ഞു. അങ്ങനെ ഒരു റൈഡൊക്കെ ബോട്ട് റൈഡൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഇതാണ് ഇന്നെന്റെ വ്ളോഗ്. അപ്പൊ ഇതാണ് രാജപുരം ഫാമിലി റെസ്റ്റോറന്റ്, കുട്ടനാട് കള്ള് ഷാപ്പ്. നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്ന് തോന്നി. ഇവിടുത്തെ വൈബും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.